ഹലോ ഗൈസ്, ISL തുടങ്ങാൻ ഇനി കൃത്യം ഒരു മാസമാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട ചില സീരീസുകളൊക്കെ തുടങ്ങുമല്ലോ. സാധാരണഗതിയിൽ നമ്മൾ സംസാരിക്കുന്നത് പോലെ തന്നെ വിദേശ താരങ്ങളുടെ ഓരോ ടീമിൻ്റെയും ഒന്ന് അനലൈസ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഓരോ ടീമുകളുടെയും അല്ലാണ്ട് മൊത്തത്തിലുള്ളൊരു അനാലിസിങ്. ആൻഡ് ഇപ്പോൾ KBSCയുടെ ഒരുപാട് ഫാൻസ് ഉള്ളതുകൊണ്ട് ഓരോ പൊസിഷൻ തിരിച്ചുള്ള സ്പെസിഫിക് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്യാറുണ്ടായിരുന്നു. അപ്പം നമ്മൾ തുടങ്ങുന്നത് ഈ പറഞ്ഞ ഓരോ ടീമിൻ്റെയും വിദേശ താരങ്ങളെ പറ്റിയാണ്. ആദ്യം നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് FC ഗോവയുടെ ഒരു വിദേശ നിരയെ പറ്റിയാണ്. ഇനിയും പല ടീമുകളും വിദേശ സൈനിങ്സ് ഒക്കെ പൂർത്തീകരിക്കേണ്ടതൊക്കെ ഉണ്ട്. എന്താണെങ്കിലും വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഞാൻ ആദ്യം ഒരു കാര്യം പറയാം. നമ്മുടെ സോൺ 14 എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനൽ ഒരു പക്ഷേ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അപ്പം അതിലെ വിഷ്ണു ഒരു ബുക്ക് ഇപ്പം ആമസോണിൽ വരുന്നുണ്ട്. ഈ ബുക്കാണ് ആബ്സെൻ്റ് 11 എന്നാണ് അതിൻ്റെ ഒരു പേര്. അപ്പം നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇന്നാണെങ്കിൽ അത് ഫ്രീ ആയിട്ട് പർച്ചേസ് ചെയ്യാം. അപ്പം അതെങ്ങനെയാണ് ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ കമൻറ്റ് ബോക്സിൽ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ അത് ഡീറ്റെയിൽ ചെയ്യുന്നത് പിൻ ചെയ്ത് നോക്കുക. നിങ്ങൾ അതിലൊന്ന് കയറി നോക്കുക. അല്ലെങ്കിൽ സോൺ 14ൻ്റെ ചാനൽ കയറിയാൽ നിങ്ങൾക്കത് ലഭിക്കുന്നതാണ്. നിങ്ങളൊന്ന് ട്രൈ ഔട്ട് ചെയ്യുക. കാരണം ഇന്ത്യൻ ഫുട്ബോളിൻ്റെ എവിടെയാണ് നഷ്ടപ്പെട്ടു പോയതെന്നൊക്കെ ഉള്ളതിനെക്കുറിച്ചുള്ള ഒരു ബുക്കാണ് അത് എന്നുള്ളതാണ്. അപ്പം ആസ് എൻ ഇന്ത്യൻ ഫുട്ബോൾ ഫാൻ നിങ്ങളെല്ലാവരും വായിച്ചിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ആണെങ്കിലും നമുക്ക് FC ഗോവയിലേക്ക് വരുമ്പോഴത്തേക്കും മനോല മാർക്കസ് തന്നെയാണ് കോച്ച് എന്നുള്ള കാര്യം അറിയാലോ. അവരുടെ വിദേശ താരങ്ങളുടെ സൈനിങ്സ് ഒക്കെ അവർ പൂർത്തീകരിച്ച് കഴിഞ്ഞു. 3 താരങ്ങളെ അവർ നിലനിർത്തി, 3 പുതിയ താരങ്ങളെ അവർ എത്തിച്ചു. അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ ഈ ഒരു വിദേശ താരങ്ങളുടെ ഗോവയെ പറ്റി ചെയ്തപ്പം പറഞ്ഞൊരു കാര്യമാണ്, ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു വിദേശ സ്ക്വാഡാണ് ഉള്ളതെന്ന്. ആ ഒരു ബാലൻസ് കുറച്ചും കൂടി കൂടിയെങ്കിലേ ഉള്ളൂ എന്നുള്ളതാണ് എനിക്ക് ഈ വർഷത്തെ അവരുടെ വിദേശ സൈനിങ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത സമയത്ത് തോന്നുന്നത് എന്നുള്ളതാണ്. എന്താണെങ്കിലും നിലനിർത്തിയ ആദ്യത്തെ ആ 3 താരങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. ആദ്യത്തത് ഒഡയോൺ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഡിഫൻഡർ ആയിട്ടുള്ള പ്ലെയറാണ്. നമുക്കറിയാം മനോലോ ആയിട്ട് തന്നെ വർക്ക് ചെയ്ത് വരുന്നൊരു പ്ലെയറാണ് HFC മുതൽ തന്നെ. സോ ISL വൺ ഓഫ് ദി ടോപ്പ് ഡിഫൻഡർ തന്നെയാണ് അദ്ദേഹം. 34 വയസ്സായി കഴിഞ്ഞു. ഒരുപാട് മത്സരങ്ങൾ ISL കളിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. സോ അദ്ദേഹത്തെ മറികടന്ന് ഒരു അറ്റാക്കർക്ക് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടേറിയുള്ള ഒരു കാര്യം തന്നെയാണ്. അത്ര ഒരു ഹാർഡ് ആയിട്ടുള്ളൊരു ഒരു ഡിഫൻഡർ തന്നെയാണ് ഒപ്പോണൻസിനെ സംബന്ധിച്ചിടത്തോളം. അപ്പം അദ്ദേഹത്തിന് ഇത്തവണയും അവർക്ക് നിലനിർത്താൻ സാധിച്ചു. വളരെ എടുത്തു പറയേണ്ട അദ്ദേഹത്തിൻ്റെ ISL എക്സ്പീരിയൻസും അദ്ദേഹത്തിൻ്റെ കരിയറിൽ തന്നെ ഒരു വലിയൊരു എക്സ്പീരിയൻസ് തന്നെയുള്ളതാണ്. ഒരു നല്ലൊരു അഡീഷൻ തന്നെയാണ് അവരുടെ ഒരു സെൻട്രൽ ബാക്ക് റോളിലേക്ക് ഒരു പൊസിഷനിലേക്ക് നോക്കുമ്പോൾ എന്നുള്ളതാണ്. നല്ലൊരു ലീഡർ കൂടിയാണ് അദ്ദേഹം. അതുപോലെ മറ്റൊരു താരം എന്ന് പറയുന്നത് കാൾ മക്യു ആണ്. ഇപ്പം ഇവരുടെ ഒരു പൊസിഷൻ നോക്കുന്ന സെൻട്രൽ ബാക്കിൽ നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഡിഫൻസ് നോക്കുന്ന സമയത്ത് ഒരേ ഒരു വിദേശിയേ ഉള്ളൂ, അത് ഒഡയോൺ ഇന്ത്യയാണ്. പക്ഷേ കാൾ മക്യു എന്ന് പറയുന്ന ഒരു താരം ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ്. അദ്ദേഹം ഉള്ളതുകൊണ്ട് തന്നെ ഒരു സെൻട്രൽ ബാക്ക് ഇനഫ് ആണ് എന്നുള്ളതാണ്. കാരണം അദ്ദേഹം ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആണെങ്കിലും സെൻട്രൽ ബാക്കായിട്ട് ഒരേപോലെ കളിക്കാൻ കഴിയുന്ന ഒരു താരമാണ്. ഒരു ഐറിഷ് പ്ലെയറാണ്. 31 വയസ്സൊക്കെ ആയിട്ടുള്ള അദ്ദേഹത്തിന് ISL ഒരു വലിയ എക്സ്പീരിയൻസ് ഉണ്ട്. ഏതാണ്ട് 2019 മുതൽ 5 വർഷത്തോളം ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അദ്ദേഹത്തിന് നമുക്ക് പറയാനുണ്ട്. അതുമല്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു 100 മാച്ച് കളിച്ച് എക്സ്പീരിയൻസ് ഉണ്ട്. ATK MB പിന്നാണ് ഇപ്പോൾ ഗോവയിലൊക്കെ എത്തുന്നത്. പിന്നെ സെറ്റ് പീസ് സിറ്റുവേഷനിലൊക്കെ ഒരു ഗോൾ അടിക്കാനുള്ള ഒരു എബിലിറ്റി ഉണ്ട്. ഒരു ഡിസ്ട്രക്ടർ റോൾ അടിപൊളിയാണ്. ഡിഫൻസീവ് കോൺട്രിബ്യൂട്ട്സ് ഒക്കെ കൊടുക്കാൻ പറ്റുന്ന പ്ലെയറാണ്. അതുപോലെ അദ്ദേഹത്തിന് വേഴ്സറ്റാലിറ്റി ഏത് ടീം ആഗ്രഹിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു പ്ലെയർ തന്നെയാണ് കാൾ മക്യു. റിട്ടേൺ ചെയ്ത അടുത്തൊരു താരം സ്പാനിഷ് താരമായിട്ടുള്ള ബോഹ ഹെരേറയാണ്. അദ്ദേഹത്തെ പറ്റി പറയുമ്പോഴും HFCയിൽ ഉണ്ടായിരുന്നൊരു പ്ലെയറാണ്. അപ്പം കഴിഞ്ഞ സീസണിൽ അദ്ദേഹം ആദ്യം ഈസ്റ്റ് ബംഗാളിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ജനുവരിയിലാണ് ഗോവ ട്രാൻസ്ഫർ നടത്തി കൊണ്ടുവരുന്ന ഒരു ഇഞ്ചറി പറ്റിയ സമയത്ത് പകരക്കാരൻ എന്ന നിലയിൽ എന്താണ് ആ താരത്തിനെയും ഒരു നിലനിർത്തുന്നു. ഈ ഒരു താരത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം ബേസിക്കലി ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡാണ്. പക്ഷേ ഒരു സെൻട്രൽ മിഡ്ഫീൽഡ് അല്ലെങ്കിൽ ഒരു വിംഗ് റോളിൽ കളിക്കാൻ പറ്റുന്ന പ്ലെയറാണ്. ഒരു സെറ്റ് പീസ് സ്പെഷ്യലിസ്റ്റൊക്കെയാണ് അദ്ദേഹം. പിന്നെ പറഞ്ഞാൽ കൂടുതലും അദ്ദേഹം ഇപ്പോൾ മനോള ആണെങ്കിലും ലാസ്റ്റ് സീസണിൽ കുറച്ച് കളിച്ചിരുന്നു. പക്ഷേ പൊതുവെ മിക്കയിടത്തും അദ്ദേഹം ഒരു ബാക്കപ്പ് ഓപ്ഷൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ബെഞ്ചിൽ നിന്ന് വന്നാൽ കളിക്കുമ്പോൾ കൂടുതൽ എഫക്റ്റീവായിട്ട് കളിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം 45 മത്സരങ്ങളിൽ 7 ഗോളും 8 അസിസ്റ്റുമാണ് അദ്ദേഹത്തിനെ പറ്റി നമുക്ക് പറയേണ്ടത്. ഇനി നമുക്ക് പുതുതായിട്ട് എത്തിക്കുന്ന താരം. പക്ഷേ പുതുതായിട്ടെന്ന് ഗോവയെ സംബന്ധിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം മുമ്പൊരു സീസൺ 2022-23 സീസണിൽ ഗോവ കളിച്ചൊരു താരമാണ് ഇക്കോ ഗൊറക്സേന. അദ്ദേഹത്തെ തിരിച്ചെത്തിക്കുന്നു എന്നുള്ളതാണ്. പറഞ്ഞ പോലെ മറ്റൊരു സ്പാനിഷ് താരമാണ്. അദ്ദേഹത്തെ പറ്റി പറയുമ്പോഴത്തേക്കും ആ 22-23 സീസണിലെ ഗോവയുടെ ടോപ്പ് സ്കോറർ കൂടിയായിരുന്നു. ഈ 23 മത്സരങ്ങളിൽ 13 ഗോളും ഒരു അസിസ്റ്റുമാണ്. ബേസിക്കലി അദ്ദേഹം ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ അല്ലെങ്കിൽ ലെഫ്റ്റ് വിങ്ങറൊക്കെ ആയിട്ടാണ് ആദ്യം കളിച്ചിരുന്നത്. അൽവാറോ അത്ര ഒരു ഇതിലോട്ട് വരാത്ത സാഹചര്യത്തിലാണ് പിന്നീട് സെൻട്രൽ ഫോർവേഡ് വരുന്നതും പിന്നീട് അദ്ദേഹം ഒരുപാട് ഗോളുകൾ അടിക്കുന്ന രീതിയിലേക്ക് വന്നത്. ലാസ്റ്റ് സീസണിൽ അദ്ദേഹം മുംബൈ സിറ്റിയിൽ ഇടക്കാലത്ത് വന്നിരുന്നു, ജനുവരിയിലോ മറ്റോ ആണ്. പക്ഷേ അന്നേരം അദ്ദേഹത്തിന് ഇഞ്ചറി വരുന്ന സാഹചര്യം വന്നു. അപ്പോൾ ആ ഇഞ്ചറിയിൽ നിന്നൊക്കെ അദ്ദേഹം ഇത് വരുന്നതേ ഉള്ളൂ കംപ്ലീറ്റ്ലി. ഇപ്പം ഈ പറയുന്ന പോലെ ഒരു വെസറ്റൈലാണ്. അറ്റാക്കിങ്ങിൽ ഏത് റോളിലും ഒക്കെ കളിക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഉള്ളൊരു താരം തന്നെയാണ് അദ്ദേഹം. അടുത്ത താരം നോവയുടെ പകരക്കാരനായിട്ട് എത്തിച്ച ഡയാൻ റാച്ചിച്ച് എന്ന് പറഞ്ഞിട്ടുള്ള സെർബിയൻ വിങ്ങറാണ്. 28 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പ്ലെയറാണ്. എങ്കിലും ഞാൻ ഇദ്ദേഹത്തെ പറ്റി സ്പെസിഫിക് ആയിട്ടൊരു വീഡിയോ പറഞ്ഞിരുന്നു. വളരെ ഒരു ഡേഞ്ചറസ് ആയി മാറാനുള്ള നോവയ്ക്ക് ഒത്തൊരു പകരക്കാരനൊക്കെ ആകാനുള്ള സാധ്യത തന്നെ ഉണ്ട് എന്നുള്ളത്.
എന്നാണെങ്കിലും സെർബിയൻ ലീഗിലും അതേപോലെ പോളിഷ് ലീഗിലും ആൻഡ് സൈപ്രസ് ലീഗിലും ഒക്കെ കളിച്ച് എക്സ്പീരിയൻസ് ഉണ്ട്. ലാ ലീഗയിലും മത്സരങ്ങളും കളിച്ച് ഈ ഒരു പ്രായത്തിൽ തന്നെ എക്സ്പീരിയൻസ് ഉണ്ട്. സോ ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഒരു കളി കാണാൻ തീർച്ചയായിട്ടും ഒരു എക്സൈറ്റ്മെൻറ്റോടുകൂടി നോക്കി കാണുന്നുണ്ട്. മറ്റൊരു പ്ലെയർ സെൻട്രൽ ഫോർവേഡ് എന്ന നിലയിൽ എത്തിക്കുന്നത് അർമാൻഡോ സാദിക്കു ആണ്. ഇപ്പം സാദിക്കു ലാസ്റ്റ് സീസണിൽ മോഹൻ ബഗാൻ കളിച്ച പ്ലെയറാണ്, അൾജീരിയൻ സ്ട്രൈക്കറാണ്. അദ്ദേഹം 8 ഗോളുകളാണ് അടിച്ചത്. പലർക്കും വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും. പക്ഷേ അദ്ദേഹം അടിച്ചൊരു കളിച്ച ഗെയിം ടൈം ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു ഗോൾ എന്ന് പറയുന്നത് അത്ര ഒരു മോശമൊന്നുമല്ല. പിന്നെ അദ്ദേഹത്തിന് ആ ഒരു നല്ല പ്രൊഫൈലൊക്കെ ഉണ്ടായിരുന്ന പ്ലെയർ തന്നെയാണ്. പിന്നെ എനിക്ക് ബേസിക്കലി തോന്നുന്നത് മനോലയുടെ അണ്ടറിൽ അദ്ദേഹം കുറച്ചും കൂടി ഒരു ബെറ്റർ പെർഫോമൻസ് വരും എന്നുള്ളത് തന്നെയാണ്. സോ അങ്ങനെ വന്നില്ലാത്ത പക്ഷം മറ്റ് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം ഇക്കറിനാണെങ്കിലും മറ്റു പ്ലേയേഴ്സിനെയൊക്കെ ആണെങ്കിലും ഒക്കെ അവിടെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഇനി ഈ വിദേശ താരങ്ങളെ പറ്റി മൊത്തത്തിലൊന്ന് പറയുന്നൊരു സമയത്ത് അർമാൻഡോ സാദിക്കു, ഒഡയോൺ ഇന്ത്യ മാത്രമാണ് ഒറ്റ പൊസിഷൻസിൽ മാത്രം കളിക്കുന്ന പ്ലേയേഴ്സ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അർമാൻഡോ ഒരു സെൻട്രൽ ഫോർവേഡാണ്. ഒഡയോൺ ഇന്ത്യയെ പറ്റി പറയുമ്പോൾ അദ്ദേഹം സെൻട്രൽ ബാക്കാണ്. ബാക്കി ഇപ്പോൾ കാൽമക്യൂവിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഡിഫൻസീവ് മിഡ്ഫീൽഡ് ആണെന്ന സെൻട്രൽ ബാക്ക് ഒരേപോലെ കളിക്കുന്ന ഒരു പ്ലെയറാണ്. അതിൽ ബോർഹ ഹെറേറ അറ്റാക്കിംഗ് മിഡ് ആണെന്ന സെൻട്രൽ മിഡ് വിങ് ഒക്കെ കളിക്കുന്ന പ്ലെയറാണ്. റാച്ചിച്ചിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ലെഫ്റ്റ് വിങ്ങറാണ്, എന്നാൽ മറ്റു വിങ്ങിലും അതുപോലെ ഒരു അറ്റാക്കിംഗ് മിഡായിട്ട് കളിക്കാൻ കഴിയുന്നവരാണ്. ഇക്കോക്സേനെ ഇപ്പോൾ അങ്ങനെ അറ്റാക്കിങ്ങിൽ ഏത് പൊസിഷനിലും കളിക്കാൻ പറ്റുന്നവരാണ്. അപ്പം അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉറപ്പായിട്ടും ഈ ഒരു ടീമിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അങ്ങനത്തെ താരങ്ങളെയാണ് പിക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ വർഷത്തേക്കാൾ ബാലൻസ്, പ്രത്യേകിച്ച് അറ്റാക്കിങ്ങിലേക്ക് വരുമ്പോഴത്തേക്കും അത് ഓപ്ഷൻസ് വളരെയധികം കൂടുതലാണ് എന്നുള്ളൊരു കാര്യം. ഞാൻ കഴിഞ്ഞ വർഷം FC ഗോവയെ പറ്റിയിട്ട് ഒരു റേറ്റ് ചെയ്ത സമയത്ത്, ഓരോ പൊസിഷൻ റേറ്റ് ചെയ്ത സമയത്ത് വിദേശ താരങ്ങളുടെ കാര്യമാണ് എല്ലാ പൊസിഷനും ഗുഡ് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇത്തവണത്തേക്ക് വരുന്ന സമയത്ത് ഡിഫൻസ് ഗുഡ്, മിഡ്ഫീൽഡ് ഗുഡ് ആൻഡ് അറ്റാക്ക് എക്സലൻ്റ് എന്നുള്ള നിലയിലാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. നമുക്ക് നോക്കാം എങ്ങനെ വരും എന്നുള്ളത്. ഇനി ഇതിൽ നിന്ന് ഇങ്ങനത്തെ ഒരു നിര ആയതുകൊണ്ട് തന്നെ ഈ 4 പേരെ ആരൊക്കെ ആയിരിക്കും ആ ഒരു 11 ഉണ്ടാകുക, കൂടുതലും മണോല പ്രിഫർ ചെയ്യുക എന്നൊക്കെ ഉള്ളത് പിക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എങ്കിലും ഞാൻ പറയുകയാണെങ്കിൽ സെൻട്രൽ ബാക്ക് എന്ന നിലയിൽ ഒഡയോൺ ഇന്ത്യ, ഡിഫൻസീവ് മിഡ്ഫീൽഡായിട്ട് മക്യു ആൻഡ് ഒരു ലെഫ്റ്റ് വിങ്ങർ റോളിൽ റാച്ചിച്ച് ആൻഡ് ഒരു സെൻട്രൽ ഫോർവേഡ് എന്ന നിലയിൽ അർമാൻഡോ സാദിക്കു എന്നിവരെയൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പറഞ്ഞ പോലെ ഒരു റൊട്ടേഷൻ പോളിസിയൊക്കെ എന്താണെങ്കിലും വരും. കാരണം ഇക്കർ ആണെങ്കിലും ബോർഹ ആണെങ്കിലും ഒക്കെ 11 കളിക്കാനുള്ള കേപ്പബിലിറ്റി ഉള്ള പ്ലേയേഴ്സാണ്. 6 പേരും ഒരേപോലത്തെ പറഞ്ഞ പോലത്തെ ഒരു ക്വാളിറ്റി പറയാൻ പറ്റുന്ന താരങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ്. അപ്പം ഇതൊക്കെയാണ് പറയാനുള്ളത്. നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണെന്നുള്ളത് കമ്പോസ് ചെയ്താൽ മറ്റോ കാണിക്കാൻ സനിയ.